നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അഞ്ചാം ദിവസവും പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. പണമില്ലാത്തതിനാൽ മിക്ക എടിഎമ്മുകളും അടഞ്ഞുകിടക്കുകയാണ്. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എടിഎമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വൈകിട്ടും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ന് ബാങ്കുകൾ 4 മണി വരെ പ്രവർത്തിച്ചു. അഞ്ചാം ദിവസവും സംസ്ഥാനത്ത് എടിഎമ്മുകളിലും അതുപോലെ തന്നെ ബാങ്കുകളിലും പണം മാറിയെടുക്കുന്നതിനുള്ള നീണ്ട ക്യൂ തന്നെയാണ് അനുഭവപ്പെട്ടത്. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അടച്ച ബാങ്കുകൾ 4ാം ദിവസത്തിലേക്കും എടിഎമ്മുകളുടെ പ്രവർത്തനം 2ാം ദിവസത്തിലേക്കും കടന്നിട്ടും ജനങ്ങൾക്ക് ബാങ്കുകളുടെ ദുരിതമയമായിരുന്നു. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ബാങ്കുകൾക്ക് മുൻപിലും രാവിലെ മുതൽ തന്നെ പണം നിക്ഷേപിക്കാനും നോട്ടുകൾ മാറ്റിയെടുക്കാനുമായുള്ളവരുടെ നീണ്ട ക്യൂ ആയിരുന്നു ഉണ്ടായത്. തെക്കൻ ജില്ലകളിലെ പല ഗ്രാമീണ മേഖലകളിലും എടിഎം കൗണ്ടറുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ജനങ്ങളെ നിരാശരാക്കി. നഗരത്തിലെ SBI, SBT ബാങ്കുകളിലും എടിഎമ്മുകളിലും പണം തീരുന്ന മുറയ്ക്ക് RBIയിൽ നിന്ന് എത്തിച്ചു കൊടുത്തു. SBI ചീഫ് ജനറൽ മാനേജർ S. വെങ്കട്ടരാമൻ. All the branches of all the nationalized bank and private and public sector banks also are having adequate cash to feed the customers as per the directions given by the Reserve Bank of India. മധ്യകേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. വ്യാപാര കേന്ദ്രങ്ങളിൽ പണമിടപാടിലെ പ്രതിസന്ധി സാരമായി ബാധിച്ചു. പല എടിഎമ്മുകളിലും പണം നേരത്തെ തീർന്നതിനാൽ അവയൊക്കെ അടച്ച സ്ഥിതിയും ഉണ്ടായി. മലബാർ മേഖലയിലും പണം മാറ്റിയെടുക്കാനും നിക്ഷേപിക്കാനുമായുള്ള ജനങ്ങളുടെ നെട്ടോട്ടമായിരുന്നു. പണം കിട്ടാതെ പലരും ദുരിതക്കയത്തിലായി. പല ബാങ്കുകളുടെയും എടിഎമ്മുകൾ കാലിയായിട്ടുണ്ട്. അടുത്ത ദിവസം ബാങ്കുകളിലും എടിഎം കൗണ്ടറുകളിലും ആവശ്യത്തിന് 100 രൂപ 50 രൂപ നോട്ടുകൾ ലഭ്യമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. പണമിടപാടിലെ പ്രതിസന്ധി തുടർന്നാൽ വരും ദിവസങ്ങളിൽ എല്ലാ മേഖലകളെയും അത് സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ ജനം പ്രതിഷേധവുമായി തെരുവിലേക്ക്. ദില്ലിയിൽ എടിഎമ്മുകൾക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം ദില്ലിയിൽ ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, നിർണായകമായ യോഗം, ആശങ്കകളൊക്കെ ദൂരീകരിക്കാനുള്ള ഒരു ചർച്ചയാകുമോ നടക്കുക? മറ്റു വിവരങ്ങൾ കൂടി. ഇതുവരെ നടപ്പാക്കിയ നടപടിയിലെ പാളിച്ചകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാകും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക എന്നാണ് അറിയുന്നത്. റിസർവ് ബാങ്കിനോട് ബാങ്കുകൾ ഈ നോട്ടുകൾ ലഭ്യമാക്കാത്തതിലെ അഭാവം സംബന്ധിച്ചുള്ള പരാതി അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കൂടുതലായി ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ ഉയരുമെന്നാണ് അറിയുന്നത്. അടുത്ത മാസം ആദ്യത്തോടുകൂടി 1000 രൂപ നോട്ടുകൾ രംഗത്തിറക്കുന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. 500 രൂപ നോട്ടുകൾ പുതിയതായി ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ കൂടുതൽ നോട്ടുകൾ പുറത്തിറക്കുന്ന കാര്യത്തിലും ആവശ്യം വർദ്ധിച്ചു വരുന്നതായി റിസർവ് ബാങ്ക് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, അതോടൊപ്പം ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. അതേസമയം ദില്ലിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും എടിഎമ്മുകൾ ഭൂരിഭാഗവും നിലച്ചിരിക്കുകയാണ്. എടിഎമ്മുകൾ നിലച്ചതോടുകൂടി ബാങ്കുകൾക്ക് മുന്നിൽ നേരിട്ടെത്തി പണം മാറുന്നതിനാണ് ജനങ്ങൾ ശ്രമിച്ചത്. എന്നാൽ ബാങ്കുകളിൽ ഭൂരിഭാഗവും ഉച്ചയോടുകൂടി നോട്ടുകൾ തീർന്നു. ഇതിനെ തുടർന്ന് ബാങ്കുകൾക്ക് മുന്നിൽ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് പല ബാങ്കുകൾക്ക് മുന്നിൽ നിന്നും സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. വലിയ പ്രതിസന്ധിയാണ് രാജ്യ തലസ്ഥാനത്തടക്കം മിക്ക എടിഎമ്മുകൾക്കും മുന്നിൽ ഉള്ളതും. അഞ്ജു. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ ദുരിതത്തിലായ പൊതുജനത്തിന് ആശ്വാസമായി സംസ്ഥാന സർക്കാർ. വെള്ളക്കരവും വൈദ്യുതക്കരവും ഉൾപ്പെടെ വിവിധ സർക്കാർ ഫീസുകൾക്ക് ഈ മാസം 30 വരെ പിഴ ചുമത്തില്ല. വിവരണാതീതമായ പ്രശ്നങ്ങളാണ് കേന്ദ്രത്തിന്റെ നടപടി ജനങ്ങൾക്ക് സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രയാസമാണ് ജനങ്ങൾക്കാകെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ച് സ്വീകരിച്ച നടപടിയല്ല. ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നത് കള്ളപ്പണമല്ല, അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നും 500 രൂപ 1000 രൂപ നോട്ടുകൾ ഡിസംബർ മാസം 30 വരെ ഉപയോഗിക്കാനും മാറിയെടുക്കാനുമുള്ള സാഹചര്യം കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് സർക്കാർ സംവിധാനങ്ങളിൽ പിഴ കൂടാതെ പണമടയ്ക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി ബില്ല്, വെള്ളക്കരം, പരീക്ഷാ ഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ്, വീട്ടുകാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഫീസുകൾ, ഇത് കെട്ടിട നികുതി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അടക്കേണ്ടതിന് പിഴ ഈടാക്കുന്ന നിലയുണ്ടാവില്ല. ഈ മാസം അവസാനം വരെ അവർക്ക് സാവകാശം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ
ഓട്ടോറിക്ഷ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ നികുതിയും പിഴ കൂടാതെ നവംബർ 30 വരെ അടക്കാൻ പറ്റും. എന്നാൽ നിയമപരമായി അടക്കേണ്ട വാറ്റ്, എക്സൈസ് ഈ നികുതികൾക്ക് ഈ ഇളവ് ബാധകമാക്കാനാവില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തിന്റെ സ്ഥിതി ബോധ്യപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് അസാധുവാക്കിക്കൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള മിന്നലാക്രമണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ തീരുമാനം നേരത്തെ തന്നെ BJPയുമായി ബന്ധമുള്ള പലർക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ BJP നടത്തിയ പണമിടപാടുകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇത് യാതൊരുവിധ തയ്യാറെടുപ്പ് നടത്താതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കാതെ എടുത്ത നടപടി ജനങ്ങൾക്ക് നേരെ നരേന്ദ്രമോദി നടത്തിയൊരു മിന്നലാക്രമണമാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവും അവർ നടത്തിയിട്ടുള്ള പണമിടപാടുകളും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. അല്ല, രാജ്യസ്നേഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നോട്ടുകൾ പിൻവലിച്ചത് ഭ്രാന്തൻ തീരുമാനമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. UP തെരഞ്ഞെടുപ്പുമായി ഈ തീരുമാനത്തിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ നോട്ടുകൾ പിൻവലിച്ച നടപടി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു. തൊഴിലും കൂലിയുമില്ലാതെ ജനങ്ങൾ പട്ടിണിയിൽ നീങ്ങുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത് ഒരു ഭ്രാന്താണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലാകെയുള്ള നോട്ടിന്റെ 84% മൂല്യം വരും 500-ന്റെയും 1000-ന്റെയും. ഒരു അർദ്ധരാത്രിയിൽ തയ്യാറെടുപ്പില്ലാതെ അതൊക്കെ അസാധുവാണെന്ന് പ്രഖ്യാപിച്ച സമ്പദ്ഘടന നിശ്ചലാവില്ലേ? അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് 1000-ഉം 500-ഉം 2000-ഉം ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവുന്ന. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അടിക്കാൻ പോകുന്നേ ഉള്ളൂ. മനുഷ്യന്മാരെന്ത് ചെയ്യും? ഞാൻ ഈ കട, ഫാക്ടറി, മറ്റേ സർക്കാരിന്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. നാട്ടിൽ പണി നിന്നു, കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. തോട്ടങ്ങളിൽ ഒരാഴ്ചത്തെ കൂലിയാണ് കൊടുക്കുന്നത്. എവിടെ കാശ്? 84% പണം അപ്രത്യക്ഷമായി. എങ്ങനെ കൂലി കൊടുക്കും? എങ്ങനെ ആളുകൾ സാധനങ്ങൾ വാങ്ങും? ഈ പണിയില്ല, കൂലിയില്ല എന്നുള്ളത് വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയാണ് സംസ്ഥാനം. വാർത്തകളിലേക്ക്. നോട്ട് അസാധുവാക്കിയതിൽ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറിയ തുകയുടെ നോട്ടുകൾ ബാങ്കുകളിൽ ലഭ്യമാണെന്നും ജനങ്ങൾ ഇക്കാര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും മോദി പറഞ്ഞു. ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം പ്രതിസന്ധിയിലാക്കിയത്. പിൻവലിക്കപ്പെട്ട നോട്ടുകൾ മാറിയെടുക്കാനും അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും ഇതര സംസ്ഥാനക്കാരുടെ വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. കൃത്യമായ തിരിച്ചറിയൽ രേഖയില്ലാത്തതിനാൽ ഇവരിൽ ഏറെ പേർക്കും നിരാശരായി മടങ്ങേണ്ടി വന്നു. പകൽ സമയങ്ങളിൽ തൊഴിലിടങ്ങളിൽ ആയതിനാൽ ദിവസക്കൂലിയായി ലഭിച്ച 1000-500 നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ 4 ദിവസമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിപ്പിച്ചപ്പോൾ ഇവരുടെ വലിയ നിരയാണ് പണമിടപാടിനായി എത്തിയത്. ATMകളും പ്രവർത്തിക്കാതായതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും ചില്ലറ നോട്ടുകളില്ലാതെ തൊഴിലാളികൾ പലരും ദുരിതത്തിലായിരുന്നു. മാറ്റി നൽകുമ്പോൾ ലഭിക്കുന്ന 2000 രൂപ നോട്ടുകളും ചില്ലറയില്ലാത്തതിനാൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കരാറുകാർ ഇപ്പോഴും കൂലി നൽകുന്നത് 500-ന്റെ നോട്ടുകളായാണ്. അവശേഷിക്കുന്ന ഈ പണം എന്ത് ചെയ്യണമെന്ന ധാരണയും ഇവർക്കില്ല. उसको एक ही बार में चेंज करेगा तो 4000 मिलेगा, फिर दूसरा हमारा जो पास पैसा है वो क्या करेगा, ऐसा सोच रहे हैं हम लोग. ദിവസേന മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുവദിക്കുന്നുമില്ല. मुश्किल तो है, उसी टाइम से कम 3 घंटा 4 घंटे से लाइन में खड़े हैं. തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ പണം മാറ്റി വാങ്ങാനാവാതെ നിരവധി പേരെ മടക്കി അയക്കേണ്ടി വരുന്നതായും ബാങ്ക് അധികൃതർ പറയുന്നു. ഇവരുടെ ചിലർക്കൊന്നും തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ ഇല്ല, കൊടുക്കാൻ സാധിക്കാതെ തിരിച്ചുവിടുന്നു. പണം കയ്യിലുണ്ടായിട്ടും ഭക്ഷണം പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സമാന രീതിയിൽ ദുരിതമനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നോട്ട് പ്രശ്നത്തെ തുടർന്ന് മത്സ്യബന്ധന മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. കച്ചവടം ചെയ്യാനാവാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ. ചൊവ്വാഴ്ച മുതൽ മത്സ്യബന്ധനത്തിന് പോകേണ്ടെന്ന് മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ തീരുമാനിച്ചു. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ മത്സ്യക്കച്ചവടത്തിൽ വൻതോതിൽ ഇടിവുണ്ടായി. മുടക്കുമുതൽ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ മത്സ്യബന്ധനം നിർത്തിവെക്കാനും ചൊവ്വാഴ്ച മുതൽ കടലിലേക്ക് പോകേണ്ടതില്ലെന്നും ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു.
മാർക്കറ്റിൽ വന്ന് മത്സ്യം വാങ്ങാൻ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്താണ് ഈ മത്സ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 500 രൂപ 1000 രൂപ നോട്ട് കൊടുത്ത് മത്സ്യം വാങ്ങിക്കൊണ്ടിരുന്നത് പൂർണ്ണമായി നിന്നു പോയാൽ ഈ മത്സ്യബന്ധന മേഖലയിൽ ആരും തന്നെ ഈ മത്സ്യം വാങ്ങാൻ വരാതിരിക്കുന്ന ഒരു സ്ഥിതി, അത് മുഖാന്തരം ഈ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും പ്രവർത്തനം തന്നെ നിലവിൽ നിന്നു പോവുകയും മത്സ്യബന്ധനം നിർത്തിവെച്ചാൽ അത് തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കും. ട്രോളിംഗ് നിരോധനം മൂലം നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടക്കണിയിലാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ തലവരിപ്പണം തടയാൻ പദ്ധതിയുമായി വിജിലൻസ്. എഡ്യൂവിജിൽ എന്ന പദ്ധതിക്ക് രൂപം നൽകിയ വിജിലൻസ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കുലറും കൈമാറി. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ തലവരിപ്പണം പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പോലീസ് വിജിലൻസ് വിഭാഗം പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. എഡ്യൂവിജിൽ എന്നതാണ് പദ്ധതിയുടെ നാമം. പദ്ധതി അനുസരിച്ചുള്ള സർക്കുലർ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. ഓരോ കോളേജുകളും അവരുടെ കോളേജ് ഓഫീസുകളിൽ ഈ കോളേജിൽ തലവരിപ്പണം ഉൾപ്പെടെയുള്ള യാതൊരു ഡെപ്പോസിറ്റുകളും വാങ്ങുന്നില്ല എന്ന ബോർഡ് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് വിജിലൻസ് നൽകിയ സർക്കുലറിൽ പറയുന്നു. മറ്റു ചില നിർദ്ദേശങ്ങളും വിജിലൻസ് ഡയറക്ടർ പുറത്തിറക്കിയ കോളേജുകൾക്ക് അയച്ചുകൊടുത്ത സർക്കുലറിൽ സൂചിപ്പിക്കുന്നു. കോളേജുകളിലെ തലവരിപ്പണം അഴിമതി തടയാൻ മാനേജ്മെന്റുകൾ സഹകരിക്കണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എഡ്യൂവിജിൽ പദ്ധതി പ്രകാരം ഓരോ കോളേജുകളുടെയും വിവരങ്ങൾ വിജിലൻസ് പ്രത്യേക വിംഗ് സൂക്ഷിക്കുകയും അഡ്മിഷൻ സമയത്ത് അത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്യും. കൂടാതെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഈ ഘട്ടങ്ങളിൽ കോളേജുകളിൽ നടത്താനും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. കോളേജുകളിൽ സർക്കാർ ഓഫീസുകളിൽ വെക്കുന്നത് പോലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ബോർഡുകളും സ്ഥാപിക്കും. ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും വിദ്യാർത്ഥിക്കോ രക്ഷിതാവിനോ തലവരിപ്പണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ സെല്ലിലേക്ക് പരാതിയും നൽകാം. പുതിയ പദ്ധതിയിലൂടെ സ്വാശ്രയ കോളേജുകളിലെ അഴിമതിയും തലവരിപ്പണവും പൂർണ്ണമായും തുടച്ചു നീക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിജിലൻസ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മുംബൈ മലയാളികളുടെ പൗരസ്വീകരണ ചടങ്ങിലും മലയാളി വ്യവസായികളുടെ യോഗത്തിലും പങ്കെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രി മുംബൈയിലെത്തിയത്. കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിണറായി വിജയൻ ആദ്യമായി മുംബൈയിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് നഗരത്തിലെ മലയാളി സമൂഹം. മുംബൈ വിമാനത്താവളത്തിലിറങ്ങിയ കേരള മുഖ്യമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് നഗരം നൽകിയത്. എയർപോർട്ടിൽ നിന്നും നേരെ മുംബൈയിലെ മലയാളി വ്യവസായികളുടെ യോഗത്തിൽ സംബന്ധിച്ച ശേഷമായിരിക്കും ചെമ്പൂർ ആദർശ വിദ്യാലയത്തിൽ ഐക്യ കേരളത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിലും മുംബൈ മലയാളികളുടെ പൗരസ്വീകരണങ്ങളിലും പങ്കെടുക്കുക. ഇടതുപക്ഷ സർക്കാർ മറുനാടൻ മലയാളികളുടെ ക്ഷേമത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും പ്രായോഗികമായ നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന് പുറത്തെ ശക്തമായ മലയാളി സമൂഹവും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, സംസ്ഥാന സമ്മേളനം സമാപിച്ചോ? പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത കൂടുതൽ വിവരങ്ങൾ. ജോർജിത്ത്, സാംസ്കാരിക രംഗത്തെ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടാനുള്ള സമഗ്ര പ്രതിരോധത്തിന് രൂപരേഖ നൽകിയാണ് 11ാമത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന് തിരിച്ചടി വീണിരിക്കുന്നത്. സമ്മേളനത്തിന്റെ 3ാം ദിനം കമലാ സുരയ്യ വേദിയിലെ സമ്മേളനത്തിൽ സ്ത്രീ സമൂഹം സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാറും പുരോഗമന സാഹിത്യം പോരാട്ട വഴികൾ എന്ന വിഷയത്തിലെ സെമിനാറും കഴിഞ്ഞിരുന്നു. നയരേഖയിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റായി നിലവിലെ പ്രസിഡന്റ് വൈ ശഹനെയും, സെക്രട്ടറിയായി പ്രൊഫസർ BN മുരളിയെയും, ട്രഷറർ ആയി കൈരളി TV ഡയറക്ടർ TR അജയനെയും സമ്മേളനം വീണ്ടും തിരഞ്ഞെടുത്തു. നിലവിലെ അംഗങ്ങൾ ഉൾപ്പെടെ 154 അംഗ സംസ്ഥാന കമ്മിറ്റിക്കാണ് സമ്മേളനം രൂപം നൽകിയിട്ടുള്ളത്. പുതിയ അംഗങ്ങൾ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത. TD രാമകൃഷ്ണൻ, PR വാസുദേവൻ, ബെന്യാമിൻ എന്നിവർ ഉൾപ്പെടെ 10ഓളം പുതിയ അംഗങ്ങളാണ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായി പുതിയതായി എത്തിയിരിക്കുന്നത്. നന്ദി ദിൽജിത്ത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി 9ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ തുടങ്ങി. 570 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം 14-ന് വൈകുന്നേരം സമാപിക്കും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി 9ാം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. ഇന്നലെ വൈകുന്നേരം പത്തനംതിട്ടയിൽ നിന്നും സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള പതാക ജാഥയും സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ളക്കോയയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നെത്തിയ കൊടിമര ജാഥയും
കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം മുൻ വ്യവസായ മന്ത്രി EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്ന ഏകോപന സമിതിയുടെ നിലപാട് അംഗീകരിക്കാനാവുന്നതല്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. പക്ഷെ ഉള്ള കടകൾ അടച്ചുപൂട്ടി ഗ്രാമപ്രദേശങ്ങളിലുള്ള ചായക്കടകളും ബേക്കറികളും പച്ചക്കറി കടകളും എല്ലാം അടച്ചുപൂട്ടി ആകെ എല്ലാം സ്തംഭിപ്പിക്കത്തക്ക നിലയിലേക്ക് പോയി ദീർഘകാലത്തേക്ക് ഒരു സമരവും പ്രഖ്യാപിച്ച് കഷ്ടപ്പെടുത്തുക എന്നുള്ള നശീകരണ വാസനയോടുകൂടി നശീകരണ ചിന്തയോടും കൂടി പ്രവർത്തിക്കുന്ന ഏകോപന സമിതിയുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. ജെയിംസ് മാത്യു MLA ചെയർമാനും V ഗോപിനാഥ് ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് ജില്ലയിലെ 250 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനം നടത്തുന്നത്. 576 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം 14 വൈകിട്ട് സമാപിക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.